നമസ്കാരം. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. ഗായിക ശ്രേയ ഘോഷാലിൻ്റെ ഒരു പാട്ടിന് ഇന്നത്തെ പ്രതിഫലം 25 ലക്ഷം രൂപ. വന്ന വഴി മറന്ന് ഗായിക ശ്രേയ ഘോഷാൽ. ലക്ഷങ്ങൾക്കും കോടികൾക്കും ഒരു വിലയും കൽപ്പിക്കാത്ത ലോകമാണ് ചലച്ചിത്ര ലോകം. ഓരോ സിനിമ പുറത്തു വരുമ്പോഴും റേറ്റ് കൂട്ടി മുന്നോട്ട് പോകുന്ന താരങ്ങളും അതുപോലെ തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റുള്ളവരും നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകമാണ് സിനിമാ ലോകം. ഇതിൽ തന്നെ പ്രതിഫല കാര്യത്തിൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ വാരിക്കൂട്ടുന്ന അഭിനേതാക്കളുള്ള ലോകമാണ് ഹിന്ദി സിനിമാ ലോകം. വലിയ മുടക്കുമുതലിലൂടെ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ തയ്യാറാക്കി തിയേറ്ററുകളിൽ എത്തിച്ച് നിർമ്മാണ ചെലവിൻ്റെ ശതകോടി കണക്കുകൾ പരസ്യത്തിൽ ഉൾപ്പെടുത്തി കളക്ഷൻ റെക്കോർഡ് തിരുത്താൻ ശ്രമിക്കുന്ന സിനിമാ പ്രവർത്തകരുടെ ലോകമാണ് ഹിന്ദി സിനിമാ വേദി. ഹിന്ദി സിനിമയിലെ സൂപ്പർ താരങ്ങളുടെ ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്നതിനുള്ള നിരക്ക് കേട്ടാൽ സാധാരണക്കാർ ബോധം കെട്ട് വീഴും. അമിതാഭ് ബച്ചൻ, ഷാരൂഖ് ഖാൻ തുടങ്ങിയവരൊക്കെ കോടിക്കണക്കിന് പ്രതിഫലം വാങ്ങുന്ന ശീലക്കാരാണ്. എന്നാൽ ഇതുവരെ അങ്ങനെ പറഞ്ഞു കേൾക്കാത്ത ഒരു കഥ കൂടി ഹിന്ദി സിനിമാ ലോകത്ത് നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അത് ഹിന്ദി സിനിമകളിലെ മുഖ്യ പാട്ടുകാരിയായ ശ്രേയ ഘോഷാലിന്റെ പേരിലുള്ളതാണ്. ആകർഷകവും മധുരവുമായ ശബ്ദവും ഏതു ഭാഷയിൽ പാടുമ്പോഴും അക്ഷരശുദ്ധി പാലിക്കുകയും അതുവഴി വലിയ പ്രസിദ്ധിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്ത പാട്ടുകാരിയാണ് ശ്രേയ ഘോഷാൽ. ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ ഭാഷകളിലും ഈ ഗായിക പാടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗായിക ഒരു ഗാനം ആലപിക്കുന്നതിന് ആവശ്യപ്പെടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് 25 ലക്ഷം രൂപ എന്ന വാർത്ത പുറത്തു വന്നത് സിനിമാ പ്രേമികളെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ വാനമ്പാടി എന്ന പേര് സ്വന്തമാക്കി പതിറ്റാണ്ടുകൾ ഹിന്ദി സിനിമാ ലോകത്ത് ആധിപത്യം ഉറപ്പിച്ചു നിന്ന ലതാ മങ്കേഷ്കർ അവരുടെ അവസാന കാലത്ത് പോലും ഒരു പാട്ടിന് 50,000 രൂപ മാത്രമാണ് പ്രതിഫലം വാങ്ങിയിരുന്നത്. ഇന്ത്യൻ സിനിമാ ലോകത്ത് വലിയ പ്രസിദ്ധി നേടിയെടുത്ത മുഹമ്മദ് റാഫിയെ പോലുള്ള പഴയ ഗായകർ ചുരുങ്ങിയ പ്രതിഫലത്തിൽ സിനിമാ ഗാനങ്ങൾ പാടിയിരുന്നവരാണ്. മലയാളത്തിൻ്റെ ഗാനഗന്ധർവനായ യേശുദാസ് ഒരു കാലത്ത് ഇന്ത്യയിലെ പല ഭാഷകളിലും പാടിയിരുന്നു. അന്നും യേശുദാസ് ഈ പറയുന്ന വമ്പൻ പ്രതിഫലമൊന്നും ആവശ്യപ്പെട്ടിരുന്നില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ശ്രേയ ഘോഷാൽ ഇന്ത്യയിലെ വിവിധ ഭാഷകളിലായി 100 കണക്കിന് ഗാനങ്ങൾ സിനിമയ്ക്കായി പാടിയിട്ടുണ്ട്. ഹിന്ദി, ബംഗാളി, ഭോജ്പുരി, ഉറുദു, കന്നഡ, മലയാളം, മറാത്തി, പഞ്ചാബി, തമിഴ്, തെലുങ്ക് തുടങ്ങിയ ഒട്ടുമിക്ക ഭാഷകളിലും ശ്രേയ ഘോഷാൽ ഇതിനകം പാടിയിട്ടുണ്ട്. ഇങ്ങനെ പാടിയിട്ടുള്ള പാട്ടുകളിൽ ഭൂരിഭാഗവും ആസ്വാദകരെ ആകർഷിച്ചിട്ടുള്ള പാട്ടുകളായിരുന്നു. മാത്രവുമല്ല, ശ്രേയ ഘോഷാൽ ചുരുങ്ങിയ കാലത്തിനിടയിൽ നിരവധി സർക്കാർ അവാർഡുകളും മറ്റ് അവാർഡുകളും നേടിയിട്ടുണ്ട്. 5 തവണ ദേശീയ അവാർഡ് സിനിമാ ഗാനത്തിന് അവർ നേടിയെടുത്തു. കേരള സർക്കാരിൻ്റെ മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് 4 തവണ ശ്രേയ ഘോഷാൽ സ്വന്തമാക്കിയിരുന്നു. അതുപോലെ തന്നെ ഫിലിം ഫെയറിൻ്റെ മികച്ച ഗായികയ്ക്കുള്ള അവാർഡുകൾ 7 തവണ ലഭിച്ചിരുന്നു. ഒരു ഗായിക എന്ന നിലയിൽ സിനിമാ പ്രേമികളെ മാത്രമല്ല സംഗീത പ്രേമികളെ വലിയ തോതിൽ ആകർഷിച്ചിട്ടുള്ള ഗായികയാണ് ശ്രേയ ഘോഷാൽ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതൊക്കെയാണെങ്കിലും ഹിന്ദി സിനിമാ ലോകം കോടികൾ വാരിയെറിയുന്ന മേഖലയാണെന്ന് പറയുമ്പോൾ തന്നെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത തരത്തിൽ ഒരു സിനിമ പാട്ട് പാടുന്നതിന് 25 ലക്ഷം രൂപ പ്രതിഫലം ചോദിക്കുന്ന ഗായിക ഒരു പുതിയ വാർത്തയും അനുഭവമാണ്. ബോളിവുഡ് സിനിമാ ലോകത്ത് ലക്ഷങ്ങൾ വലിയ തുകയല്ല. എങ്കിലും ശ്രേയ ഘോഷാലിന് മുമ്പ് ഹിന്ദി സിനിമയിലും മറ്റ് ഭാഷാ സിനിമാ വേദികളിലും ഗായികമാരും ഗായകന്മാരും ഉണ്ടായിരുന്ന പ്രമുഖർ പോലും ഒരിക്കലും അവകാശപ്പെടാത്ത പ്രതിഫലമാണ് ശ്രേയ ഘോഷാൽ ഇപ്പോൾ ചോദിക്കുന്നത് എന്ന ആക്ഷേപം സമൂഹ മാധ്യമങ്ങളിൽ വരികയാണ്. വിവാഹിതയായി കുടുംബത്തോടൊപ്പം കഴിയുന്ന ശ്രേയ ഘോഷാൽ ഇപ്പോഴും ഗാനാലാപന രംഗത്ത് തുടരുന്നുണ്ടെങ്കിലും ഈ പുതിയ റേറ്റ് ഇവർക്ക് തന്നെ തിരിച്ചടിയാകുമോ എന്ന സംശയം ആസ്വാദകർ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതാണ്ട് 1.5 ദശാബ്ദക്കാലം ചലച്ചിത്ര ഗാനാലാപന രംഗത്ത് നിൽക്കുന്ന ശ്രേയ ഘോഷാലിൻ്റെ ഇപ്പോഴുള്ള സമ്പാദ്യം സംബന്ധിച്ച കണക്ക് പുറത്തു വന്നതും ആൾക്കാരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. 185 കോടി രൂപയുടെ സമ്പാദ്യവും സ്വത്തുമാണ് ഗായികയായ ശ്രേയ ഘോഷാലിനുള്ളത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. കോടികളുടെ കണക്ക് കാര്യങ്ങളിൽ ഒരു അത്ഭുതവുമില്ലാത്ത ഹിന്ദി സിനിമാ ലോകത്ത് ശ്രേയ ഘോഷാൽ എന്ന പാട്ടുകാരി ഒരു പാട്ടിന് 25 ലക്ഷം രൂപ പ്രതിഫലം ചോദിക്കുന്നതും നിസ്സാരമായി കാണുന്ന സാഹചര്യം ഒരുപക്ഷെ ഉണ്ടായേക്കാം. എന്നാൽ സിനിമാ ലോകം എന്ന മാസ്മരിക ലോകത്തിൻ്റെ അകത്ത് നടക്കുന്നതും കോടികൾ ഒഴുകിപ്പോകുന്നതുമായ കഥകൾ ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ അറിയാത്ത സംഭവങ്ങളാണ് എന്ന കാര്യം മറച്ചുവെക്കരുത്. നന്ദി, നമസ്കാരം.